വിവാദങ്ങൾ, പിന്നെ വന്നുപോയ പെട്ടിക്കഥ എല്ലാം മറികടന്ന് ഡോക്ടർ ഹാരിസ് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോക്ടർ ഹാരിസിനെ ഉന്നമിട്ട് തുടങ്ങിയ അന്വേഷണം ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഹാരിസിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. ഇതിനിടയിൽ മന്ത്രിയോട് ക്ഷമ ചോദിച്ച് ഡോക്ടറും രംഗത്തെത്തി. സർക്കാരും ആരോഗ്യമന്ത്രിയും തനിക്കൊപ്പമുണ്ടെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയതിൽ മനംനൊന്ത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിരക്കിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വാർത്തയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം. ഡോക്ടർ ഉയർത്തിയ ചോദ്യങ്ങൾ മന്ത്രിമാരെയും അധികാരികളെയും ഉണർത്തി. തിടുക്കത്തിൽ ചില നടപടികളുണ്ടായി. അത് വെറും താൽക്കാലിക പരിഹാരം മാത്രം. സർക്കാരിന്റെ പിടിപ്പുകേട് വെളിച്ചതായ ജാള്യത ഒഴിവാക്കാനുള്ള തൽക്കാല ലേപന ചികിത്സ മാത്രമാണതെന്നും ആരോഗ്യ സംവിധാനത്തെ ശരിയാക്കാൻ കായകൽപ്പ ചികിത്സ വേണമെന്നുമാണ് ഡോക്ടർ വിളിച്ചു പറഞ്ഞതെന്ന് മന്ത്രി അടക്കമുള്ളവർക്ക് ബോധ്യമായി. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉപകരണങ്ങൾ എത്തുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും അപേക്ഷ നൽകി 6 മാസത്തിന് ശേഷമാണ് അനുമതി ലഭിച്ചതെന്നും തെളിഞ്ഞു. എന്നിട്ടും ഡോക്ടർ ഹാരിസിനെതിരെയുള്ള വേട്ടയാടൽ അവസാനിച്ചില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കുമ്പോൾ അതാ എത്തി പെട്ടിക്കഥ. അവിടെ ഒരു വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അറ്റകുറ്റപ്പണിക്ക് കൊച്ചിയിലേക്ക് അയച്ച ഉപകരണം ചെലവ് കൂടുതലെന്ന കാരണത്താൽ കൊറിയറി തിരിച്ചയച്ചാണെന്ന് കണ്ടെത്തിയതോടെ അധികൃതരുടെ വാദങ്ങൾ പൊളിഞ്ഞു. കാര്യങ്ങൾ വെളുപ്പിക്കാനായി പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനമോ 8 നില പൊട്ടി. ഈ വാർത്താ സമ്മേളനം കനത്ത പ്രതിച്ഛായ തകർച്ചയാണ് ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കിയത്. ആരോഗ്യവകുപ്പ് കണ്ണു തുറക്കേണ്ട സമയം കൂടിയാണിത്. പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ എടുത്ത നടപടികൾ പലതും താൽക്കാലിക പരിഹാരങ്ങളിലേക്കാണ് ചുരുങ്ങുന്നത്. ഉപകരണക്ഷാമം, അനാസ്ഥ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം, ഇവയ്ക്കെല്ലാം സ്ഥിരപരിഹാരം കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറാകണം. ആരോഗ്യവകുപ്പ് ഓരോ ആശുപത്രിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും പരാതികൾക്ക് ഉടൻ നടപടിയെടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്താൽ മാത്രമേ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാനാകൂ.